ബാലൻസ് ഷീറ്റ് ഓഫ് എ കമേഴ്സ്യൽ ബാങ്ക്. എന്താണ് ഒരു കമേഴ്സ്യൽ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാലൻസ് ഷീറ്റ് of a bank is a statement of asset and liabilities at a particular point of a time. അതായത് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ the balance sheet of a bank is a statement of its assets and liabilities at a particular point of time. ഇവിടെ ഓർത്ത് വയ്ക്കേണ്ടത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ രണ്ട് സൈഡ് ഉണ്ടാവും, അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും. അത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും അത് നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ട. ആ ഒരു ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കല്ല, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അതായത് നമ്മൾ ഏതെങ്കിലും ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കാണാൻ പറ്റും ആസ് ഓൺ 31st മാർച്ച് അല്ലെങ്കിൽ ആസ് ഓൺ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ഉണ്ടാവും. അതാണ് ബാലൻസ് ഷീറ്റിൽ ഈ പോയിന്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ. എപ്പോഴും ഓർത്തിക്കുക, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമോ വേറെ ഒന്നുമല്ല, ഇയറോ അങ്ങനെയൊന്നുമല്ല. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ അതാണ് അവിടെ ഏറ്റവും ആദ്യം ഓർത്ത് വയ്ക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഏത് ബാലൻസ് ഷീറ്റ് നമ്മൾക്ക് എവിടെയെങ്കിലും ഗൂഗിൾ സെർച്ചിൽ നോക്കിയാൽ അറിയാം, അവർ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ ആദ്യം എഴുതാം ആസ് ഓൺ ഒരു ഡേറ്റ് ഉണ്ടാവും, മാർച്ച് 31st മാർച്ച് 2020 അല്ലെങ്കിൽ 31st മാർച്ച് 2019. അങ്ങനെയായിരിക്കും നമ്മളൊരു ബാലൻസ് ഷീറ്റ് കാണുക എന്നുള്ളതാണ് ആദ്യം അതിൽ ഓർത്ത് വയ്ക്കേണ്ടത്. ദറ്റ് ഈസ് എ ബാലൻസ് ഷീറ്റ്. ദി ബാലൻസ് ഷീറ്റ് ഓഫ് എ ബാങ്ക് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് time. Then what is asset and what is liabilities? A liability implies a claim against the bank by other individuals and institutions. ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബാധ്യത എന്നാണ് അതിനെ പറയും. അതായത് ബാധ്യത എന്ന് പറഞ്ഞാൽ എന്താ? ക്ലെയിം എഗെയിൻസ്റ്റ് ദി ബാങ്ക് ബൈ അതർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ബാങ്കിൻ്റെ മുകളിൽ മറ്റ് ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഉള്ള ക്ലെയിം ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് ലയബിലിറ്റി എന്ന് പറയുക. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽസോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഇടുന്നതാണ്. അത് ആ ബാങ്കിൻ്റെ മുകളിൽ നമ്മുടെ ഒരു ക്ലെയിമാണ്, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ലയബിലിറ്റിയാണ്. നമ്മൾ ചോദിക്കുമ്പോൾ അത് തിരിച്ചു തരേണ്ടത്. അതിനെയാണ് നമ്മൾ അങ്ങനെ വരുന്ന കാര്യങ്ങളെയാണ്, ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ ഇടുക. നമ്മളത് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. ഇപ്പോൾ അതിൻ്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ലയബിലിറ്റി ഇംപ്ലൈസ് എ ക്ലെയിം എഗെയിൻസ്റ്റ് ദി ബാങ്ക് ബൈ അതർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കിന് എഗെയിൻസ്റ്റുള്ള ക്ലെയിം ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ലയബിലിറ്റിയിൽ വരിക. അത് ഓൺ ദി അതർ ഹാൻഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻ അസറ്റ് ഈസ് either എ വെൽത്ത് ഓൺഡ് ബൈ ദ ബാങ്ക് ഓർ എ ലീഗൽ ക്ലെയിം ഓഫ് ദി ബാങ്ക് എഗെയിൻസ്റ്റ് അതേഴ്സ്. അതായത് ഇവിടെ നമ്മളുടെ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ ബാധ്യതയില്ലാത്ത സ്വന്തം ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനെയാണല്ലോ നമ്മൾ ആസ്തി എന്ന് പറയുക. അസറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെൽത്ത് ഓൺഡ് ബൈ ദ ബാങ്ക്, ബാങ്കിൻ്റെ സ്വന്തമായിട്ടുള്ള സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ ലീഗൽ ക്ലെയിം ഓഫ് ദി ബാങ്ക് എഗെയിൻസ്റ്റ് അതേഴ്സ്. ബാങ്കിൻ്റെ തന്നെ ക്ലെയിം ആയിട്ട് വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ അസറ്റ് സൈഡിൽ പേർക്ക്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ക്യാഷ് ഇൻ ഹാൻഡ്. അതായത് ബാങ്കിൻ്റെ കയ്യിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ് അവരുടെ വെൽത്താണ്, അത് അസറ്റാണ്. ക്യാഷ് വിത്ത് ദ സെൻട്രൽ ബാങ്ക്, ഒരു പോർഷൻ നമ്മൾ സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യണം, അതും ബാങ്കിൻ്റെ അസറ്റായിട്ടാണ്, അസറ്റ് സൈഡിലാണ് വരിക. ഇതാണ് നമ്മൾ ആദ്യം ഒരു ബാലൻസ് ഷീറ്റ് പഠിക്കുമ്പോൾ ഓർത്ത് വയ്ക്കേണ്ടത്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാലൻസ് ഷീറ്റ് ഓഫ് എ ബാങ്ക് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. സെക്കൻഡ് വൺ ഓർത്ത് വയ്ക്കേണ്ടത്, ലയബിലിറ്റി ഇംപ്ലൈസ് എ ക്ലെയിം എഗെയിൻസ്റ്റ് ദി ബാങ്ക് ബൈ അതർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Then asset എന്ന് പറഞ്ഞാൽ എന്താ? An asset is either wealth owned by the bank or legal claim of the bank against others. Then ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഇൻട്രൊഡക്ഷനിൽ ഓർത്ത് വയ്ക്കേണ്ടത്. അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ കമേഴ്സ്യൽ ബാങ്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ബിസിനസ് ഫേം ഓർ കൺസേൺ. ഇവിടെ ഒരു ബാലൻസ് ഷീറ്റ് ഓഫ് എ ബാങ്ക് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഓഫ് എ ഫേം അല്ലെങ്കിൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനെ കഴിഞ്ഞൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ബാലൻസ് ഷീറ്റ് ഓഫ് എ ബാങ്ക് എന്ന് പറയുന്നത്. ഒരു ഫേമിന് നമ്മൾക്ക് ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, ഫേമിന് ഇൻഡസ്ട്രിക്കൊക്കെ ബാലൻസ് ഷീറ്റുകൾ ഉണ്ടാവും. അതിനെ കഴിഞ്ഞൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. The reason is that
ബാങ്ക്സ് ഡീൽസ് വിത്ത് ദി ജനറൽ മണി ഓഫ് ദി പബ്ലിക്. അതുകൊണ്ട് തന്നെ എന്താ ബാങ്കുകൾ ഡീൽ ചെയ്യുന്നത് പബ്ലിക് മണി ആയിട്ടാണ്. എല്ലാവർക്കും അതിൻ്റെ മുകളിലൊരു ക്ലെയിം ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാവർക്കും അത് അറിയാനുള്ള ഒരു റൈറ്റും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് ഓഫ് എ ബാങ്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി ബാലൻസ് ഷീറ്റ് ഓഫ് എ ഫേം ഓർ ബിസിനസ് കൺസേൺ അല്ലെങ്കിൽ ഇൻഡസ്ട്രി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനും അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമാണ് അതിൽ ഇൻട്രസ്റ്റ് ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഒരു ബാങ്കിൻ്റെ കേസിൽ എല്ലാവരും നമ്മുടെ SBIയുടെ ഒരു ബാലൻസ് ഷീറ്റ് വരുന്നത് നമ്മളെല്ലാവരും SBIയിൽ മെമ്പർഷിപ്പുള്ള അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആണല്ലോ, നമ്മൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ചിട്ട് അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അതർ balance, or the commercial bank is a dealer in other people's money and as such the community as a whole, not merely its shareholders' interest in examining its balance sheet for the purpose of ascertaining its financial soundness. അതായത് ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം ഇവിടെ വരിക, നമ്മളുടെ മൊത്തം പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റും കൂടി സേഫ് ഗാർഡ് ചെയ്യുന്ന തരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ട തരത്തിലുള്ളതാണ് ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ ബാലൻസ് ഷീറ്റ്? എന്തൊക്കെയാണ് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ സിഗ്നിഫിക്കൻസ്, എന്തുകൊണ്ടാണ് ഇത് പോപ്പുലർ ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയുന്നത് എന്നുള്ളതാണ് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, it shows the financial position or soundness of a bank. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ സിഗ്നിഫിക്കൻസ്, ഇങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് വരുമ്പോഴാണ് ആ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് എ ബാങ്ക് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സിഗ്നിഫിക്കൻസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സിഗ്നിഫിക്കൻസ് ഈസ് ദാറ്റ് it reflects the financial position and soundness of a bank and is made known to the public. Financial position, financial soundness നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, സെക്കൻഡ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് it explains or it portrays the bank's operation during the financial year, or സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഇറ്റ് റിഫ്ലെക്ട്സ് ദി ബാങ്ക്സ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ നമ്മൾക്കൊന്നും കൂടി പറയാം ഇറ്റ് റിഫ്ലെക്ട്സ് ദി ഹോൾ ബിസിനസ് ഓഫ് എ ബാങ്ക് ഇൻ ദി ഫിനാൻഷ്യൽ ഇയർ. ഇറ്റ് റിഫ്ലെക്ട്സ് ദി ഹോൾ ബിസിനസ് ഓഫ് എ ബാങ്ക് ഇൻ ദി ഫിനാൻഷ്യൽ ഇയർ. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഇയറിലുള്ള ബാങ്കിൻ്റെ മൊത്തം ഓപ്പറേഷൻ അല്ലെങ്കിൽ ഹോൾ ബിസിനസ്സിന് റിഫ്ലെക്റ്റ് ചെയ്യുന്നതാണ് ഒരു ബാലൻസ് ഷീറ്റ്. അതുകൊണ്ട് തന്നെ അതിൽ നോക്കിയാൽ നമ്മൾക്ക് അതിൽ സൗണ്ട്നെസ്സും അതിൻ്റെ ഓപ്പറേഷൻസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. Third importance is that this balance sheet indicates the ways in which the funds of the banks are raised and the manner in which the funds are invested or used. രണ്ടാമത്തെ അതിൽ ഓർത്ത് വയ്ക്കേണ്ടത് എന്താ ബാലൻസ് ഷീറ്റ് ഓഫ് എ ബാങ്ക് ഇൻഡിക്കേറ്റ്സ് ദ വേസ് ഇൻ വിച്ച് ദി ഫണ്ട്സ് ആർ റേസ്ഡ് ആൻഡ് ദ മാനർ ഇൻ വിച്ച് ദി ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഓർ യൂസ്ഡ്. എങ്ങനെയാണ് നമ്മൾ ഈ ബാങ്കുകൾ ഫണ്ട് റേസ് ചെയ്തത്, അത് എങ്ങനെയാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഫണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്കൊരു ബാലൻസ് ഷീറ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് എ ബാലൻസ് ഷീറ്റ് എന്ന് ചോദിച്ചാൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ സൗണ്ട്നെസ് ഓഫ് എ ബാങ്ക്. ഇറ്റ് ഷോസ് ദി ബാങ്ക്സ് ഓപ്പറേഷൻ ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ ഓർ ഹോൾ ബിസിനസ് during that particular financial year. Third one, funds of the banks are how funds are raised and funds are invested and used can are also reflected in the balance sheet of a bank. ഇതാണ് ഒരു കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഓർത്തേക്കേണ്ടത്. ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നതിനൊരു എന്താ ഒരു യൂണിക്കായിട്ടുള്ളൊരു format ഒന്നുമില്ല. That depends upon the country, or it changes from, or it differs from country to country according to law, according to custom, according to the practice prevailing there. It differs, or the structure or the format of the balance sheet will be different. Anyway, all institution or in all financial institutions there will be a balance sheet, and the structure may be different according to their nature, customs, law and the practices prevailing in that particular country. Now we want to see the structure of a balance sheet of a commercial bank. We know that the balance sheet of a commercial bank has two sides, the liability side and asset side. ലയബിലിറ്റി സൈഡുണ്ട്, അസറ്റ് സൈഡുണ്ട്. ഈ ലയബിലിറ്റി സൈഡിൽ വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾക്ക് നോക്കേണ്ടത്. ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലെയിംസ് ബൈ
അതേഴ്സ് അഗെയിൻസ്റ്റ് ദി ബാങ്ക്. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാങ്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം വരുന്നത്, ബാങ്കിൻ്റെ സ്വന്തമല്ലാത്ത രീതിയിൽ വരുന്ന എല്ലാ ക്യാപിറ്റലും വരുന്നത് ലയബിലിറ്റി സൈഡിലാണ്. ആർക്കെങ്കിലും കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും വരുന്നത് ലയബിലിറ്റി സൈഡിലാണ്. ആ ലയബിലിറ്റി ദെൻ അത് ലയബിലിറ്റി സൈഡിൽ വരുന്ന 3 തരത്തിലുള്ള ക്യാപിറ്റൽസ് ആണ്. ഫസ്റ്റ് വൺ ഷെയർ ക്യാപിറ്റൽ. ഇതാണ് ആദ്യത്തെ. ഷെയർ ക്യാപിറ്റൽ ആണ് ഒരു ഫണ്ട് എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ദി സോഴ്സ് ഓഫ് ഫണ്ട്. ലയബിലിറ്റി സൈഡിൽ വരുന്നത് മെയിനായിട്ടും സോഴ്സ് ഓഫ് ഫണ്ട്. ഒന്ന് ഷെയർ ക്യാപിറ്റൽ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിസർവ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. തേർഡ് വൺ ഈസ് ഡെപ്പോസിറ്റ്സ് ആണ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരും. ഇത് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസർവ് ഫണ്ട്സ് ഉണ്ട്, ഡെപ്പോസിറ്റ്സ് ഉണ്ട്, അതുപോലെ ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്. ഏതെങ്കിലും ബാങ്കിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുണ്ട്, എന്തെങ്കിലും ബില്ലുകൾ ആക്സെപ്റ്റ് ചെയ്യുകയോ എൻഡോസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ട്. ആൻഡ് അതർ കാറ്റഗറീസ് കുറച്ച് ഇതിലൊന്നും വിടാത്ത മിസലീനിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളും, അതായത് ബാങ്ക് കൊടുത്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവരുടെ സോഴ്സ് ഓഫ് ഫണ്ടിൽ വരുന്നത് അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ വരുന്നത്. ദി ലയബിലിറ്റി സൈഡ് ഇൻക്ലൂഡ്സ് ഷെയർ ക്യാപിറ്റൽ, reserve funds, deposits, borrowings from other bank, acceptance and endorsement and miscellaneous categories. ഇതാണ് ഒരു ലയബിലിറ്റി സൈഡിൽ വരുന്ന കാര്യങ്ങൾ. എന്താണ് ഈ ഷെയർ ക്യാപിറ്റൽ? എന്താണ് ഓതറൈസ്ഡ്? അതിൻ്റെ ഓരോ കാറ്റഗറൈസേഷൻ ഉണ്ട്, അതെന്താണ് എന്നൊന്ന് സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഷെയർ ക്യാപിറ്റൽസ് ആർ ഓർ first one is share capital. First source of fund is share capital, and share capital represents the capital contributed by the shareholders of a bank. അതായത് ഒരു ബാങ്കിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുക. Therefore share capital is the capital contributed by the shareholders of the bank. ഒരു ബാങ്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Therefore, the share capital is a claim of the shareholders against the commercial bank. It is in the liability. The share capital എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റലാണ്. അതുകൊണ്ട് തന്നെ ഇത് ബാങ്കിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്ലെയിമാണ്. എപ്പോഴെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കണം. അതുകൊണ്ടാണ് ഇതിനെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ഇടുന്നത്, ഷെയർ ക്യാപിറ്റലിനെ. ഈ ഷെയർ ക്യാപിറ്റലിനെ നമ്മൾക്ക് പലതരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന ഒരു 5 കാറ്റഗറൈസേഷനാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇങ്ങനെ 5 തരത്തിലുള്ള കാറ്റഗറി ആയിട്ടാണ് ഒരു ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുക. അത് എന്താണ് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് എ ബാങ്ക് ഈസ് ഓതറൈസ്ഡ് ടു റേസ് ഫ്രം ദി പബ്ലിക് by issue of shares. That is, the authorized capital is the maximum amount of capital which can be raised from the public through the issue of shares. അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ബാങ്കിന് മാക്സിമം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയറിൻ്റെ എമൗണ്ട് ഉണ്ടാവും. ആ മാക്സിമം എമൗണ്ടിനെയാണ്, ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ടിനെയാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അതായത് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു ബാങ്കിന് 1000 crores ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് 1000 crores ഈസ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അത്രയാണ് മാക്സിമം ആ ബാങ്കിന് പറ്റുള്ളൂ. അത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അവർക്കത് ഫുൾഫിൽ ചെയ്യാം. ഒന്നിച്ച് വേണം, അങ്ങനെ ഒന്നിച്ചൊന്നും ആരും ചെയ്യില്ല. അത് ഇയറുകളായിട്ടാണ് അത് ചെയ്യുള്ളൂ. സാധാരണ ഒറ്റ ഇതിലൊന്നും ആരും അത്രയും ഷെയറുകൾ ഇഷ്യൂ ചെയ്യില്ല. ഒരു വർഷം കുറച്ചായിട്ട് പോർഷൻസ് ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദി മാനേജിങ് ഡയറക്ടേഴ്സ് ഡിസിഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസിഷൻ അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുക. ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ബാങ്കിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട്, അതിൻ്റെ അപ്പുറം അവർക്ക് ആ ഷെയർ അവിടെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. Issued capital is that part of authorized capital which is issued to the public for subscription is called issued capital. അതായത് part of authorized capital
which is issued to the public for subscription is termed as issued capital. നമുക്കൊരു 10,000 ക്രോസ് നമ്മൾക്ക് ഷെയർ വിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ വർഷം അവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ ഉണ്ട്. അതായത് പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ഒരു ക്യാപിറ്റൽ ഉണ്ട്. ആ സബ്സ്ക്രിപ്ഷന് വേണ്ടി വെക്കുന്ന ആ ക്യാപിറ്റൽ അതിൽ ഓരോ വർഷം ഇതിനെയാണ് നമ്മൾ എന്താ പറയുക ഓതറൈസ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് കൊടുക്കുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. രണ്ടാമത്തെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ മൂന്നാമത്തെ ഒരു കാറ്റഗറി വരുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രിപ്ഷനായിട്ട് കൺഫ്യൂഷൻ വേണ്ട. ദാറ്റ് ഈസ് ഇഷ്യൂ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഇഷ്യൂഡ് ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഈസ് കോൾഡ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ ഇഷ്യൂ ചെയ്യുന്ന ആ എന്താ ഷെയറായിട്ട് വിൽക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്തിരിക്കുന്ന ആ പോർഷനെയാണ്, അല്ലെങ്കിൽ ആ വർഷം വിൽക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്തിരിക്കുന്ന ആ പോർഷനാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അത് എല്ലാ വർഷവും ഉണ്ടാവും. കാരണം നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഓരോ വർഷത്തേക്കും ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലേക്കുള്ളതാണ് നമ്മൾ കാണിക്കുക. ആ വർഷം എത്രയാണ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മൾ ഒക്കെ അതിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി തേർഡ് വൺ ഈസ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. Then subscribed capital is that part of issued capital which is actually subscribed by the public is called the subscribed capital. Here issued capital is that part of authorized capital which is used or which is sanctioned for issue in that particular year. Then subscribed capital, that part of issued capital which is subscribed by the public is known as subscribed capital. നമ്മൾ മാക്സിമം ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചത് 10,000 ക്രോഡ്സിൻ്റെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഈ വർഷം ഒരു 10,000 ഷെയർ വിൽക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെ ഡിസൈഡ് ചെയ്യുമോ അതോ ഈ വർഷം 10,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് പബ്ലിക്കിലേക്കാണ് നമ്മൾ കൊടുക്കുക. പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്യാപിറ്റൽ ഉണ്ടാവും. ഇഷ്യൂഡ് ക്യാപിറ്റലിൽ എത്രയാണ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ ഈസ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. Then the called up എന്ന് പറയുന്നത് that portion of value of shares which is called up by the bank from the shareholders on the share taken by them is called up capital. അതായത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡിയാണ്. ആ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ബാങ്ക് കോളപ്പ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യും. ഇത്ര പേർക്ക് കൊടുക്കാം എന്നുള്ള ഡിസിഷൻ വരും. ആ കോളപ്പ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുക കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുക. ഓർ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി called up by the bank for subscription is known as the called up capital. Last one is the paid up capital. That part of called up capital which is actually paid by the shareholders to the bank is called paid up capital. അതായത് ബാങ്ക് കോളപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. ബാങ്ക് അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബാങ്ക് ആക്സെപ്റ്റ് ചെയ്ത് കുറച്ച് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിക്വസ്റ്റൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്താ പേ ചെയ്യുന്ന പബ്ലിക് ഇഷ്യൂ ആക്സെപ്റ്റ് ചെയ്ത് പേ ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്താ പറയുക പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പം മാക്സിമം ലിമിറ്റിനെ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. അത് ചിലപ്പോൾ ബാങ്ക് വന്ന കാലത്ത് തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൽ ഓരോ വർഷം ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിനെ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. അതിൽ ഒരു പോർഷൻ വെച്ചിട്ടാണ് എല്ലാ വർഷവും ഇഷ്യൂ ചെയ്യുള്ളൂ. ഇഷ്യൂഡ് ക്യാപിറ്റൽ അതിൽ സബ്സ്ക്രൈബ്ഡ് ഇഷ്യൂഡ് ക്യാപിറ്റലിന് പബ്ലിക്കിന് വേണ്ടി പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തതിനെയാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. ആ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൽ നിന്നും ബാങ്ക് കോളപ്പ് ചെയ്തിരിക്കുന്നതിനാണ് കോളപ്പ് ക്യാപിറ്റൽ എന്ന് പറയുക. ഈ കോളപ്പ് ക്യാപിറ്റലിൽ നിന്നും പബ്ലിക് ശരിക്കും പൈസ കൊടുത്തിട്ടുള്ള ക്യാപിറ്റലിനെയാണ് അതിനെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇത്രയാണ് ഒരു ഷെയർ ക്യാപിറ്റലിൽ ഉള്ള കോമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്താണ് ഒരു ഷെയർ ക്യാപിറ്റലിൽ വരിക എന്ന്. ഷെയർ ക്യാപിറ്റലിൽ ക്ലിയർ ആയിട്ട് അതുകൊണ്ട് തന്നെ ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണം അല്ലേ. ആൾക്കാർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്, അത് പൈസ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ലയബിലിറ്റി. ആൻഡ് ദി സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് ദി റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി
fund which a bank accumulates over the years out of its undistributed profit. അതായത് ഒരു ബാങ്ക് ഓവർ ദി ഇയേഴ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റിനെയാണ് നമ്മൾ റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും നമ്മളെന്താ ഏതെങ്കിലും എമർജൻസീസ് ഒക്കെ വരികയാണെങ്കിൽ കണ്ടിജൻസീസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ക്ലെയിം അഗെയിൻസ്റ്റ് ദി കമേഴ്സ്യൽ ബാങ്ക്, ദെർഫോർ ഇറ്റ് ഈസ് ദി ലയബിലിറ്റി ഓഫ് ദി ബാങ്ക്. അതായത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആണ്, ഏതെങ്കിലും ഒരു കാലത്ത് അവർക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും, പക്ഷേ അത് അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കണ്ടിജൻസീസ് എമർജൻസീസ് വരുമ്പോൾ മീറ്റ് ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫണ്ടുകളാണ് റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത് ഒരു കാലത്ത് അത് കൊടുക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഇതിന് ലയബിലിറ്റി സൈഡിൽ ഇട്ട് വയ്ക്കുന്നത് അൺഡിസ്ട്രിബ്യൂട്ടഡ്. അതുകൊണ്ടാണ് അതങ്ങനെ ഇപ്പോൾ തന്നെ പറയുന്നത് അൺഡിസ്ട്രിബ്യൂട്ടഡ് അക്യുമുലേറ്റഡ് ഫണ്ട്, undistributed profit accumulated over the years is termed as the reserve fund. അതാണ് സെക്കൻഡ് കാറ്റഗറി. ഇതൊരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടാവും ഈ ലയബിലിറ്റി സൈഡിൽ വരുന്നത്. ദെൻ the third one is the deposits. ഡെപ്പോസിറ്റ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പലതരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ ഉണ്ടാവും. ഈ ഡെപ്പോസിറ്റ്സ് ഒക്കെ എന്താ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഡെപ്പോസിറ്റ്സ് ആർ ദ ലയബിലിറ്റീസ് ഓഫ് ദി ബാങ്ക് ടു ദിയർ കസ്റ്റമേഴ്സ്. അതായത് എപ്പോഴും ഈ ബാങ്കിൻ്റെ ലയബിലിറ്റീസ് ആണ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് നമുക്ക് സേവിങ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, ടൈം ഡെപ്പോസിറ്റ്സ് ഉണ്ട്, അങ്ങനെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഫിക്സ്ഡ് കറൻറ്റ് അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട സാധനങ്ങളാണ്. അതും ലയബിലിറ്റി സൈഡിലാണ് വരിക. പിന്നെ ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്, അതായത് ചിലപ്പോൾ ബാങ്കിന് മറ്റ് ബാങ്കുകളിൽ നിന്നൊക്കെ ബോറോ ചെയ്യേണ്ടി വരും. when a commercial bank borrows from other banks on a temporary basis, these borrowings are the claims against the borrowing claims by the borrowing bank and that represents the liability sides. അതായത് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം, അതുകൊണ്ട് ലയബിലിറ്റി സൈഡ്. പിന്നെ ഏതെങ്കിലും ബില്ലുകൾ എൻഡോസ് ചെയ്യുകയോ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു കൊടുക്കേണ്ടതാണ്. ദെർഫോർ ഇതെല്ലാം അതിൽ വരുന്നതാണ്. ഇങ്ങനെയുള്ള കുറേ ഇതൊന്നും പെടാത്ത വല്ല ക്ലെയിംസും വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് മിസ്സലേനിയസ് എന്ന കാറ്റഗറിയിൽ ഇടുക. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ വരുന്നത് ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ ഓതറൈസ്ഡ് ഉണ്ട്, ഇഷ്യൂഡ് ഉണ്ട്, സബ്സ്ക്രൈബ്ഡ് ഉണ്ട്, കോൾഡ് അപ്പ് ഉണ്ട്, ആൻഡ് പെയ്ഡ് അപ്പ് ഉണ്ട്. റിസർവ് ഫണ്ട് എന്ന് പറയുന്ന അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് ബാങ്ക് മറ്റുള്ളവരിൽ നിന്നും ഡെപ്പോസിറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള ഡെപ്പോസിറ്റുകളുണ്ട്. ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്സും തിരിച്ചു കൊടുക്കേണ്ടതാണ്. ദാറ്റ് കംസ് അണ്ടർ ദി ലയബിലിറ്റി സൈഡ്. ആക്സെപ്റ്റൻസ്, എന്തെങ്കിലും ബില്ല് ആക്സെപ്റ്റ് ചെയ്യുകയോ എൻഡോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു കൊടുക്കുക. അത് രണ്ട് സൈഡിലും വരും, കിട്ടാനുള്ളതുണ്ടാവും കൊടുക്കാനുള്ളതുണ്ടാവും. അപ്പോൾ ലയബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ആക്സെപ്റ്റൻസ് എൻഡോസ്മെൻറ്റ് വരും. പിന്നെ ഇതിലൊന്നും പെടാത്ത എന്തെങ്കിലും ക്ലെയിംസ് വരികയാണെങ്കിൽ അത് മിസ്സലേനിയസ് കാറ്റഗറിയിലും. ഇതാണ് ലയബിലിറ്റി സൈഡ് ഓഫ് എ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അസറ്റ് സൈഡ് എന്താണെന്ന് നോക്കാം. അസറ്റ് സൈഡിൽ വരുന്നത് എന്തൊക്കെയാണ്? ക്യാഷ് അല്ലേ. ദ മോസ്റ്റ് ലിക്വിഡ് ഫോം ഓഫ് അസറ്റ് ഈസ് ദി ക്യാഷ്. ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ക്യാഷ് ആണ്. എ ബാങ്ക് ഈസ് റിക്വയർഡ് ടു കീപ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ഫണ്ട് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ടു മീറ്റ് ഇറ്റ്സ് ക്യാഷ് ഒബ്ലിഗേഷൻ അല്ലേ. എപ്പോഴും നമ്മുടെ ബാങ്ക് ഒരു പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് ഓഫ് ഇറ്റ്സ് ഫണ്ട് ക്യാഷിൻ്റെ ഫോമിൽ അവർ കീപ്പ് ചെയ്യണം. അത് അവരുടെ തന്നെ അസറ്റ്സ് ആണ്. അതുപോലെ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടാവും, ക്യാഷ് വിത്ത് അതർ ബാങ്ക് ഉണ്ടാവും, ക്യാഷ് വിത്ത് സെൻട്രൽ ബാങ്ക് ഉണ്ടാവും. ഇതെല്ലാം അസറ്റ്, അവരുടെ അസറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് കോമ്പോണൻറ്റ് ഈസ് മണി അറ്റ് കോൾ മണി എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ലോൺ റിക്കവറബിൾ അറ്റ് എ വെരി ഷോർട്ട് നോട്ടീസ്. ഒരു മണി അറ്റ് എ കോൾ എന്ന് പറയുന്നത് ചെറിയ പീരീഡിലേക്ക് കൊടുക്കുന്ന ലോണുകളാണ്. അതായത് ഒരു ഓവർ ദി ഫോൺ നമ്മൾ വിളിച്ച് പറയുകയാണെങ്കിൽ അന്നേരം അവർ തിരിച്ചത്രയും ഇതായിട്ടുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോണുകളാണ്. ഒരു ബിസിനസ് പേഴ്സൺ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ബാങ്കിൽ എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ വിളിച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥമാകുന്ന തരത്തിലുള്ള ലോണുകളെയാണ് മണി അറ്റ് കോൾ എന്ന് പറയുന്നത്. അതുപോലെ ബിൽ ഡിസ്കൗണ്ടഡ് ഇൻക്ലൂഡിങ് ട്രഷറി ബിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബാങ്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ലോൺസ് വരാം, ഓവർ ഡ്രാഫ്റ്റ് വരാം, ക്യാഷ് ക്രെഡിറ്റ്സ് എന്ന കാറ്റഗറിയിൽ വരാം. അതുപോലെ ഉള്ള ഇതും അഡ്വാൻസസ് എന്നുള്ള കാറ്റഗറി. അതായത് ലോൺസ് ആൻഡ് അഡ്വാൻസ്, ബാങ്ക് കൊടുക്കുന്ന ലോണുകളും അഡ്വാൻസസും മൊത്തം ബാങ്കിന് കിട്ടാനുള്ളതാണ്. അത് അവരുടെ അസറ്റാണ്. അതുപോലെ ആക്സെപ്റ്റഡ് ബില്ലുകൾ എന്തെങ്കിലും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എൻഡോസ് ചെയ്തിട്ടുണ്ടോ. അതുപോലെ ബാങ്കിൻ്റെ പ്രിമൈസസ് ആൻഡ് ഫർണിച്ചർ, അത് സ്വന്തമാണെങ്കിൽ അതും അസറ്റ് സൈഡിലാണ് വരിക.
ബാങ്കിൻ്റെ പ്രിമൈസസ്. സ്വന്തമല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ റെൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ സൈഡിലാണ് വരിക. സ്വന്തമായിട്ടുള്ള ബാങ്ക് പ്രിമൈസസ് ഉണ്ടെങ്കിൽ അത് അവരുടെ ഫർണിച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാങ്കിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. ഇത്രയുമാണ് അസറ്റ് സൈഡ് ഓഫ് എ കമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ബാലൻസ് ഷീറ്റ് ഓഫ് എ കമേഴ്സ്യൽ. വെരി സിമ്പിൾ ഓൾസോ. ഷെയർ ക്യാപിറ്റൽ, റിസർവ് ഫണ്ട്, ഡെപ്പോസിറ്റ്സ്, ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്സ്, എക്സ്പെൻസ് ആൻഡ് ഡെപ്പോസിറ്റ്, ഇതാണ് ലയബിലിറ്റി സൈഡിൽ വരിക. അസറ്റ് എന്ന് പറയുന്നത് സ്വന്തം അവരുടെ തന്നെ ആസ്തികളാണ്. ക്യാഷ് വരും, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് വിത്ത് അതർ ബാങ്ക്, ക്യാഷ് വിത്ത് സെൻട്രൽ ബാങ്ക്. ദെൻ മണി അറ്റ് കോൾ എന്ന് പറയുന്നത് കോൾ മണി, ലോൺസ് ഉണ്ട്, ബിൽ ഡിസ്കൗണ്ടഡ് ഉണ്ട്, അത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരും, ലോൺസ് ആൻഡ് അഡ്വാൻസസ് വരും, ആക്സെപ്റ്റൻസ്, ബാങ്ക് പ്രിമൈസസ് ആൻഡ് ഫേർണിച്ചേഴ്സ്. ഇത്രയുമാണ് അവിടെ എന്താ ബാലൻസ് ഷീറ്റ് ഓഫ് എ ബാങ്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം. ഇത് വെരി സിമ്പിളാണ്, പക്ഷേ വളരെ യൂസ്ഫുൾ ആണ്. എപ്പോഴും നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്താണ് ഒരു ഇത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് എത്രയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ഫോർ എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മളതിൽ അത് അസറ്റ് സൈഡ് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക, ലയബിലിറ്റി എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് ബാലൻസ് ഷീറ്റ് ഓഫ് എ കൊമേഴ്സ്യൽ ബാങ്ക്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്.